ഒരിക്കലൊരു ചെറിയ വിത്ത് ഒരു കർഷകൻ വലിയ പുൽമേട്ടിൽ വിതറി. ജലത്തിൽ പൂത്തു നിൽക്കുന്ന പൂക്കൾക്കും മരങ്ങൾക്കുമിടയിൽ ചെറിയ വിത്തിന് താൻ വളരെ നിസ്സാരനാണെന്ന് തോന്നി. ആ ചെറിയ വിത്ത് എല്ലാ ദിവസവും ഉയരമുള്ള മരങ്ങൾ പിടിച്ച് സ്വയം പിറുവിറുത്തു. ഞാൻ നിങ്ങളെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. വിത്തിന്റെ വാക്കുകൾ കേട്ട് ജ്ഞാനിയായ ഒരു വലിയ ആൽമരം വിത്തിനെ നോക്കി പറഞ്ഞു, നീ ഇപ്പോൾ ഒരു ചെറിയ വിത്താണ്, എന്നാൽ നിനക്ക് വലുതാകാനുള്ള കഴിവുണ്ട്. അതിനാൽ അല്പം ധൈര്യവും ക്ഷമയും ഉള്ളവനാവുക. ആ ചെറിയ വിത്ത് ആൽമരത്തിന്റെ ഉപദേശത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. ഇരുണ്ട മണ്ണിൽ വിത്ത് ആയത്തിൽ പൂണ്ടുപോയി. ഭയവും ഏകാന്തത അനുഭവപ്പെട്ടിട്ട് ബുദ്ധിമാനായ ആൽമരത്തിന്റെ ഉപദേശം അനുസരിച്ചു കൊണ്ട് അത് പ്രതീക്ഷയിൽ തൂങ്ങിക്കിടന്നു. ദിവസങ്ങൾ ആഴ്ചകളായി കടന്നുപോയി. ശക്തമായ മഴയും കൊടുങ്കാറ്റും നേരിടേണ്ടി വന്നു. ക്രമേണ വിത്ത് മുളച്ചു തുടങ്ങി. ഇളങ്ങുന്ന സൂര്യനും മൃദുവായ കാറ്റും മണ്ണിന് മുകളിൽ തല ഉയർത്തി നിന്ന ചെറിയ തൈയെ സ്വാഗതം ചെയ്തു. ചെടി ഊർജ്ജം അനുഭവിക്കുകയും വികസിച്ചുകൊണ്ടേയിരിക്കുകയും ഓരോ ദിവസം ശക്തനാവുകയും ചെയ്തു. അതിന്റെ ഇലകൾ ആകാശത്തേക്ക് നീളുന്നു. വേരുകളാകട്ടെ ആയത്തിൽ താഴ്ന്നിറങ്ങി. വർഷങ്ങൾ കടന്നുപോകും തോറും ചെടി ഇളം മരമായി മാറി. അതിന്റെ ശക്തിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ച വരൾച്ചയും അതിന്റെ ആത്മാവിനെ തകർക്കാൻ ശ്രമിച്ച കൊടുങ്കാറ്റും അങ്ങനെ നിരവധി വെല്ലുവിളികൾ അത് നേരിട്ടു. എന്നാൽ ഓരോ വെല്ലുവിളികളും അത് കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതും നിശ്ചയദാർഢ്യമുള്ളതുമായി മാറി. ചെടി ഇപ്പോൾ ചെറുതല്ല, കാരണം ഇപ്പോൾ ഉയരവും ഉറപ്പുമുള്ള പുൽമേടുകളിലെ ഏറ്റവും ഉയരമുള്ള മരങ്ങളിൽ ഒന്നായി അത് വളർന്നു. കുട്ടികൾ അതിന്റെ തണലിൽ കളിക്കുകയും പക്ഷികൾ അതിന്റെ ശാഖകളിൽ കൂടുണ്ടാക്കുകയും ചെയ്തു. മറ്റുള്ളവർക്ക് അത് ജീവിതത്തിന്റെയും സന്തോഷത്തിന്റെയും ഉറവിടമായി മാറി. ചെറിയ വിത്തിന്റെ വളർച്ചയും സഹിഷ്ണുതയും കണ്ട് ജ്ഞാനിയായ ആൽമരത്തിന് സന്തോഷമായി. തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ആൽമരത്തിന് വലിയ മരമായി മാറിയ മരം നന്ദി പറഞ്ഞു. മരം സ്നേഹപൂർവ്വം പുഞ്ചിരിച്ചു. നമ്മുടെ ഉള്ളിലെ കഴിവ് അത് എത്ര ചെറുതോ നിസ്സാരമായോ ആണെന്ന് പലർക്കും തോന്നിയാലും മഹത്വത്തിന് സാധ്യതകളുണ്ടെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ യാത്രയെ സ്വീകരിക്കുകയും കടന്നുപോവുകയും ചെയ്താൽ അവിശ്വസനീയമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. വെല്ലുവിളികൾക്കിടയിലും വളരുക. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക. വിത്തുയർന്ന് മഹത്വമുള്ളതായി തീർന്നതുപോലെ തടസ്സങ്ങൾ ഗണ്യമാക്കാതെ മുന്നോട്ട് കുതിക്കുക. ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം വളർന്നുവെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കഥ ഓർമ്മിപ്പിക്കുന്ന മറ്റൊന്നുണ്ട്. മറ്റുള്ളവരുടെ കഴിവുകളിൽ വിശ്വസിക്കാനും അവരുടെ സ്വപ്നങ്ങളെ പരിശ്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പ്രതീക്ഷയുടെയും പ്രചോദനത്തിന്റെയും ഉറവിടമായി മാറാനും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.